ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ അഭിനേതാക്കൾക്ക് നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, മോഡൽ കെ സൗമ്യ എന്നിവരുടെ ചോദ്യം ചെയ്യൽ 11 മണിക്കൂർ നീണ്ടുനിന്നു. ഷൈൻ ടോം ചാക്കോയുടെ ആവശ്യപ്രകാരം താരത്തെ ഇടുക്കിയിലുള്ള സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി. ശ്രീനാഥ് ബാസിനെ ഷൈൻ ടോം ചാക്കോനെ അറിയാമോ? ഒരു പകല് മുഴുവൻ നീണ്ടുനിന്ന വിശദമായ ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘം നടത്തിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 പേരെയും ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. എന്നാൽ ആലപ്പുഴയിൽ നിന്നും പിടികൂടിയ കഞ്ചാവുമായി 3 പേർക്കും ബന്ധമില്ലെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആരൊക്കെ ഇടപാടുകളുണ്ട് അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാവണം എന്നില്ലല്ലോ, മറ്റ് കാര്യങ്ങളും ഉണ്ട്. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ നിന്നും ചോദ്യം ചെയ്യലിനായി എത്തിയ ഷൈൻ ടോം ചാക്കോ വിഡ്രോവൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു. ഷൈൻ്റെ ആവശ്യപ്രകാരം എക്സൈസ് വിമുക്തി പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഷൈൻ നിലവിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു രോഗമാണ്. മറ്റേത് രോഗത്തിന് ചികിത്സ വേണമോ അതേപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന രോഗത്തിനും ചികിത്സ വേണം. അപ്പം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയല്ലേ ചെയ്യേണ്ടത്. ആ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ പ്രാഥമികമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ലെന്നും ലൈംഗിക ഇടപാടുകളിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്നും സൗമ്യ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. എന്നാൽ തസ്ലീമയുമായി ലഹരി ഇടപാടുകളില്ലെന്നും നടന്മാരുമായുള്ള വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതെന്നും സൗമ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലഹരി ഇടപാടുമായിട്ടില്ല, ഇല്ലല്ലോ, ഒന്നുമില്ല. ഷൈനും ബാസയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലല്ലോ. അതെനിക്കറിയാം. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇറങ്ങിയ ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശ്രീനാഥ് ബാസി മടങ്ങിയത്. തസ്ലീമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ. 3 പേരും റിമാൻഡിലാണ്. ശ്രീനാഥ് ബാസി ഉൾപ്പെടെയുള്ളവർ തസ്ലീമയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇത് നിരോധിത ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയാണോ എന്നറിയാനാണ് 3 പേരെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. സിനിമാ മേഖലയിലുള്ള മറ്റ് 2 പേർക്ക് കൂടി നാളെ ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.